ഹായ് കുട്ടീസ്, ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ആഫ്രിക്കയിലെ ലാസ്റ്റ് ഡേ ആണ്. കൺഫ്യൂഷനായല്ലേ? ഞാനും എൻ്റെ കെട്ടിയനും പിള്ളേരും കൂടെ ആഫ്രിക്കയിൽ നിന്ന് നാട്ടിലോട്ട് പോവാണ്. പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിർത്തിച്ച് കെട്ടിയും തിരിച്ചിങ്ങ് പോരും. അതോർത്ത് സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ ദിവസം തന്നെ അങ്ങ് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയേക്കാം. അപ്പോൾ പിന്നെ അതെവിടെയെങ്കിലുമൊക്കെ യൂട്യൂബിലിട്ട് വെക്കുമ്പോൾ പിന്നീട് എനിക്കത് കാണാമല്ലോ. അതിനു വേണ്ടി മാത്രം, അല്ലാതെ വ്യൂസൊന്നും കിട്ടാനല്ല കേട്ടോ. എന്തൊക്കെ നാട്ടിൽ പോവാണ് ഇല്ല എന്നൊക്കെ പറഞ്ഞാലും രണ്ട് പിള്ളേരുടെ അമ്മച്ചിയായ ഞാൻ ഇവരുടെ കാര്യം നോക്കാതെ ഈ പെട്ടി പാക്ക് ചെയ്യലും അല്ലാതെ കിടിപിടി പരിപാടികളും ഒന്നും നടക്കത്തില്ല. ഞാൻ രാവിലെ എൻ്റെ പിള്ളേരെ എണീക്കുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വേണമല്ലോ അംഗം തുടങ്ങാനായിട്ട്. പെട്ടിയൊക്കെ 3-4 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ പാക്ക് ചെയ്യാനാ? ഈ ആഫ്രിക്കൻ കാട്ടിൽ ഒന്നും കിട്ടത്തില്ല. പിന്നെ നാട്ടിലോട്ടൊന്നും കൊണ്ടുപോകാനുമില്ല, കുറേ മുഷിഞ്ഞ തുണികൾ. അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യാൻ മടിച്ച് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെച്ചില്ലെങ്കിൽ കെട്ടിയാൻ വരുമ്പോൾ ഒരു നോട്ടമുണ്ട്, നിനക്ക് എന്തുവാടി ഇവിടെ പരിപാടി എന്ന്. അതുകൊണ്ട് തന്നെ മടിച്ച് പിടിച്ച് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നോർത്ത് അങ്ങോട്ട് ഇറങ്ങി, രണ്ടും കൽപ്പിച്ച്. സത്യം പറയാലോ, എനിക്കിവിടെ പരമാനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിനകത്ത് കാണുന്ന കണ്ടോ, 2 പേരുണ്ട് എന്നെ സഹായിക്കാൻ. എസ്റ്റേറ്റ് ലൈഫിൽ അങ്ങനെയൊക്കെ കേട്ടോ, ഇവിടെ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും ഉണ്ട്. നല്ല പരമാനന്ദമാണ്. ഓരോരുത്തരുടെ പേര് വിളിച്ചാൽ മതി, അവരോടി വന്ന് എന്താണ് മേഡം വേണ്ടതെന്ന് ചോദിക്കും. നിങ്ങളാരും കണ്ണ് വെക്കരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ ഒരു റിച്വലാണത്. എല്ലാവർക്കും ഓരോ മെയ്ഡും ഓരോ ഗാർഡനറും അതൊക്കെ ഇവിടെ കമ്പനിയിൽ നിന്ന് നിർബന്ധം തന്നെയാണ്. ചിലപ്പോൾ ഓർക്കും ഇവരില്ലാതിരിക്കുന്നത് നല്ലതെന്ന്. ഓരോരോ കുരുത്തക്കേടുകൾ കാണിച്ചു വെക്കുന്നേ. വെള്ളേൻ്റെ കൂടെ ചുവന്ന തുണിയിട്ടാലക്കും, എന്നിട്ട് വെള്ളയും ചുവപ്പും എല്ലാം കൂടെ ഒരു പച്ച നിറമായിട്ടിരിക്കും. നമ്മളാണെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ച വരുന്ന ഡ്രസ്സൊക്കെ ആയിരിക്കും. ഇതെല്ലാം കൂടെ നശിപ്പിച്ച് കുളവാക്കി വെക്കുക. അപ്പോൾ ഓർക്കും ദൈവമേ, ഇവരില്ലായിരുന്നെങ്കിൽ ഇച്ചിരിയിലും മെനക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ചില സമയത്ത് നമുക്ക് നമ്മുടെ അമ്മ അടുത്തുള്ളൊരു ഫീലാണ് ഇവരുള്ളത്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വയ്യാതിക്ക് ഇരിക്കുമ്പോൾ കെട്ടിയവന്മാരെപ്പോഴും നമ്മുടെ കൂടെ ഇല്ലല്ലോ, ഇവരുടെ ഡ്യൂട്ടിക്ക് പോകുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ആശ്വാസം ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം, ഈ കിട്ടുന്നതെല്ലാം, എല്ലാത്തിനും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ കെട്ടിയവൻ രാവിലെ 6:30 എണീറ്റ് 7 മണിയാകുമ്പോൾ ഓഫീസിൽ പോകും. പുള്ളിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. പക്ഷേ ആ തട്ടും മുട്ടും കേട്ട് ഞാൻ എണീക്കും. പിന്നെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ പിള്ളേർ എണീക്കാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, മടിയാണ്. നാട്ടിൽ പോകുന്നതിൻ്റെ റെസ്റ്റാണ്. ഇനി നാട്ടിൽ പോയിട്ട് പിന്നെ തുടങ്ങാമെന്ന് ഓർത്തു. അങ്ങനെ പിള്ളേരെ എണീറ്റു, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി, അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഒരാൾക്കിന്ന് ഓട്സും ഒരാൾക്കിന്ന് മുട്ടയും. ഇന്ന് നമ്മുടെ കിച്ചൺ ക്ലോസ്ഡ് ആണ്, കാരണം നാളെ നാട്ടിൽ പോകുന്നതുകൊണ്ട് കിച്ചണിലുള്ള എല്ലാം തീർന്നു ഗൈസ്, എല്ലാം തീർന്നു, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ദേവുവിന് ഓട്സ് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി ഓട്സ് കാച്ചി കൊടുത്തു. വസുവിന് പിന്നെ ആസ് യൂഷ്വൽ മുട്ട മതി, അപ്പോൾ പിന്നെ മുട്ടയും കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ ടാൻസാനിയൻ മുളകെന്ന് പറഞ്ഞൊരു എമൗണ്ട് മുളക് കിട്ടിയായിരുന്നു. ഞാൻ ഭയങ്കര എരിവാണ് അതിന്. ഞാനതൊന്നും നോക്കിയില്ല, മുറിച്ച് ഉണങ്ങാൻ വെച്ചു. നാട്ടിൽ വന്ന് അമ്മയ്ക്ക് കൊടുക്കാമല്ലോ, അമ്മയ്ക്കൊരു മതിപ്പാവട്ടെ. അപ്പോൾ അത് ഉണങ്ങാൻ വെച്ചതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പുത്രിയോട് പറഞ്ഞയച്ച്, പുത്രി ആ കവറും കൊണ്ട് കളിക്കാൻ പോയപ്പം ഞാൻ തന്നെ സ്വയം ചെന്ന് എടുത്തു വെക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണല്ലോ. അത്ര കാര്യമായിട്ടിപ്പോൾ നോക്കുന്നില്ലെങ്കിൽ പോലും 12 മണിയാവാതെ അങ്ങോട്ട് കഴിക്കാൻ തോന്നിയില്ല. 10 കിലോ കുറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ അതൊരു ശീലമായി പോയ പോലെ ആയിപ്പോയി. അങ്ങനെ എന്തൊക്കെയോ കഴിച്ച് പെറുക്കി അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ടടോ, എൻ്റെ പിള്ളേർ അത്തപ്പൂക്കളം ഇട്ട് വെച്ചേക്കണ പോലെ ആളിട്ട് വെച്ചേക്കണം. പിന്നെ ചന്താന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് അടിച്ചു വാരിക്കോളും. അതെന്തേലും ആട്ടെ. പിന്നെ കെട്ടിയോ വന്നു. അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലോസാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് ഹോട്ടലിൽ പോയി കഴിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ റെഡിയായി പിള്ളേരെ എല്ലാം കൂടെ പെറുക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ ടൗണിൽ പോകും. ഞാൻ 3-ാമത്തെ തവണ ആഫ്രിക്കയിൽ വരണത്. ആദ്യത്തെ 2 തവണ വന്നപ്പോഴും ഇവിടെ ഹോട്ടലിൽ പോയിട്ട് എച്ച് എന്നൊരു വാക്ക് പോലും ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ കൊല്ലം അത് അർബൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത്രയും കാലവും ഞാനുണ്ടാക്കിയ
ഭക്ഷണം കഴിച്ച് ബോറടിക്കാതെ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അവിടെ പോയിട്ട് ഒരു വട്ടം കഴിക്കും. അതൊരു നിർബന്ധമായിരിക്കണം ഇല്ലത്തെ കുട്ടിക്ക് എന്നാണ് ശാസ്ത്രം. ഇവിടുത്തെ സെക്യൂരിറ്റിയെ കള്ളന്മാരാണ്. എന്നിട്ട് ഇവന്മാരെ ബോധിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് എല്ലായിടത്തും പോകാനായിട്ട്. സാരമില്ല, അവരെയും ബോധിപ്പിച്ച് ഈ കാട്ടിൽ നിന്നും പുറത്ത് കിടന്ന്. അപ്പോൾ ഇന്നലത്തെ ദിവസമേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ടൗണിൽ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്തുള്ള സന്തോഷമല്ലാതെ ബാക്കി ഫുൾ ടൈം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ദൈവമേ ഞാൻ നാളെ വീട്ടിൽ പോകണമല്ലോ, ഈശ്വര എൻ്റെ കഷ്ടകാലം തുടങ്ങിയല്ലോ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ, ഇവിടെയാണെങ്കിൽ സുഖമാണല്ലോ. നാട്ടിൽ ചെന്ന് പണിയെടുക്കാനുള്ള മടിയൊന്നും അല്ല, എന്തോ ഒരു വൈക്ലഭ്യ തുന്തലിതം അത്രയേ ഉള്ളൂ. അതിപ്പോൾ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകുമായിരിക്കും, അത്ര തന്നെ. അത് മാത്രമാണ് എൻ്റെ ചിന്ത. എൻ്റെ ദൈവമേ, കുഞ്ഞിനോട് ഞാൻ പറയും നാളെ മുതൽ ഞാൻ വീട്ടിൽ പോയിട്ട് പണിയൊക്കെ എടുക്കണ്ടേടാ, എന്നാ ചെയ്യൂടാ, ഞാനിവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണുണ്ട്. അപ്പൊക്കെ എൻ്റെ കുറ്റം കണ്ണൂരിട്ട് പൊടി മോട്ട് പോകണം എന്ന് പറയൂ. എന്നാ ചെയ്യാനാ. അതൊക്കെ പോട്ടെ. ഈ കാണുന്ന ചെക്കനാണ് ചന്ത. ഇങ്ങനെ ഇവിടെ കുറേ പിള്ളേരുണ്ട്. ഈ ചെക്കനൊരു 15 വയസ്സേ ഉള്ളൂ. അപ്പം ഇവന് എല്ലാ വട്ടവും നമ്മൾ വരുമ്പോൾ ഇവൻ വരും, നമ്മുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ച് നിൽക്കും. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് എൻ്റെ കെട്ടിയവനൊരു പൈസ കൊടുക്കും. അപ്പോൾ ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പഠിക്കാനൊന്നും പോകുന്നൊന്നുമില്ല, 15 വയസ്സേ ഉള്ളൂ. അവൻ്റെ പേരാണ് ചന്ത. ഇവിടെ എല്ലാവരുടെയും പേരിൻ്റെ വാലിൽ ചന്തയുണ്ട്. അല്ലാണ്ട് ഞാൻ ഈ ചന്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അൺപൊളിറ്റിക്കൽ കറക്റ്റ് ആണല്ലോ, അങ്ങനത്തെ അൺപാർലമെൻ്ററി വേർഡാണല്ലോ ഇവളീ പറയണത് എന്ന്. ഇവിടെ എല്ലാവരുടെയും പേരിൻ്റെ ലാസ്റ്റൊരു ചന്തയുണ്ട്. അതെന്താണ് കാരണം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ ചെക്കൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഇവൻ ഞങ്ങളുടെ കൂടെ കൂടി എൻ്റെ 2 പിള്ളേർക്കും ഇപ്പോൾ ടൗണിൽ വരുമ്പോൾ ഇവനെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു വൈഷമ്യതയാണ്. എൻ്റെ ചെറുതിങ്ങനെ തപ്പും ഇവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് 100 വാൾട്ട് ബൾബ് കത്തണ പോലെയാണ്. എൻ്റെ മൂത്തതിനാണെങ്കിൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ കൂടെ തന്നെ ഞാനോർക്കും ദൈവമേ ഇതിൻ്റെ കൂടെ എങ്ങാനും പോകുമോ എന്ന്. അങ്ങനെയാണ് പോകുന്ന പോക്ക്. നമുക്ക് ഇങ്ങനെ ആഫ്രിക്കയിലൊക്കെ ചെന്നിട്ട് ഇവളെന്നെ കളിക്കണേന്ന് എനിക്ക് തോന്നിപ്പോയി ഇടയ്ക്ക്. ഇങ്ങോട്ട് ഞാൻ കൊണ്ടിട്ട് പേടിപ്പിക്കും, ഇവിടെ വന്ന് നിന്നോന്ന്. പക്ഷെ ആ മൈൻഡാക്കിയല്ല, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഇനി അർബനിലോട്ട് പോകണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വരുമ്പോൾ ഒന്നും ഈ അർബൻ ഹോട്ടലില്ല. കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ ഇതൊരാശ്വാസമാണ്. കാരണം ഈ എല്ലാ ദിവസവും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ തന്നെ കഴിച്ച് ബോറടിച്ച് മടുത്തിട്ട് ദൈവമേ ഇനി എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഓർക്കും ശനി ഞായർ മന്തിലേതെങ്കിലും ഒരു ദിവസം കെട്ടിയവൻ്റെ കാല് പിടിച്ച് അർബനിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കഴിക്കണം. എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ അടിച്ചിട്ട് സാൻഡ്വിച്ച്, ഒരു ബർഗർ, ഒരു ചിക്കൻ്റെ അത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് തൃപ്തിപ്പെടും. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനും എൻ്റെ കെട്ടിയവനും ആകെ ഒരൊറ്റ സാമ്യമേ ഉള്ളൂ. എന്ത് ഭക്ഷണം തന്നാലും ഞങ്ങൾ മൂക്കുമുട്ട തിന്നും. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ സാമ്യത. എന്നിട്ട് നല്ലോണം വണ്ണവും വെക്കും. മറ്റൊരു കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു പങ്കാളിത്തമില്ലെങ്കിലും ഈ ഒരൊറ്റ കാര്യത്തിന് ഞങ്ങളെ വെല്ലാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം ഇതാണ്. വല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക, ഇമാതിരി പരിപാടികളിലൊക്കെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. എത്ര സന്തോഷമാണെന്ന് പറഞ്ഞാലും നാളെ പോകണമല്ലോ എന്നോർത്ത് വീണ്ടും സങ്കടപ്പെട്ട് വരുമ്പോഴാണ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. എന്തൊരു ഭംഗിയാണ്. ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു, ലൈറ്റ് ഓഫ് ആക്ക്, നിങ്ങളിത് കാണുക, എന്നാ ഭംഗിയാണ്. ഞാൻ കുറച്ച് നേരം അതവിടെ നോക്കി നിന്നു. എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് കെട്ടിയവൻ പിന്നെ എൻ്റെ 2 ചീത്തയും പറഞ്ഞ് ലൈറ്റ് ഓണാക്കി അങ്ങോട്ട് പോയി. അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. എൻ്റെ ചെറുക്കൻ കൊച്ചിന് പിന്നെ ഇങ്ങനെയുള്ള ഉത്സിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ബാഗ് പാക്ക് ചെയ്യണം, ഇതുങ്ങളുടെ തുണിയൊക്കെ എടുത്ത് വെക്കണം, ഇതുങ്ങൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ബാഗ് പാക്ക് ചെയ്യണം, എന്തെല്ലാം പണിയാതേമേ. അമ്മയായി കഴിഞ്ഞ ഇല്ലാത്ത പണിയൊന്നുമില്ല. അമ്മയാവുന്നതിന് മുന്നേ ഞാനിതൊന്നും അറിഞ്ഞില്ല ഗൈസ്. അറിഞ്ഞായിരുന്നെങ്കിൽ സാഹസത്തിന് മുതിരില്ലായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നെയും അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ 2 കുരുപ്പുകൾ കയറി അതിനകത്തിരിക്കുന്നത്. നിങ്ങളെ അങ്ങോട്ട് പൂട്ടി വെച്ചേച്ച് അങ്ങോട്ട് പോയാലോ.
ഒരു സമാനത. ഇനി ഇതുങ്ങളെ പിടിച്ച് ഉറക്കിയേച്ച് വേണം എനിക്ക് ബാക്കിയും കൂടെ ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഉറങ്ങും? ഇല്ല, അമ്മയായാൽ ഉറക്കം പോയി. കേൾക്കണം നിങ്ങളൊക്കെ അപ്പോൾ ഗൈസ് പാക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് നാളെ യാത്ര തുടരാം. Until then, bye-bye. See you on next video. Bye-bye. Good night.